ഇനി ഞാൻ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം ഒരു പ്രമുഖ സ്ഥാപനത്തിലെ ഒരു കുട്ടി കോഴ്സ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് റെസിഗ്നേഷൻ ലെറ്റർ. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട, കുറച്ച് ആലോചിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. വലിയ റാങ്ക് കിട്ടിയ കുട്ടിയാണ്, നല്ലൊരു കോഴ്സാണ് പഠിക്കുന്നത്. എല്ലാവരും കുതിക്കുന്ന കുട്ടികളെല്ലാം മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ തയ്യാറെടുക്കുന്ന കോഴ്സ്. ഈ കുട്ടിക്ക് പറയുന്ന കാരണം, എനിക്ക് അവിടുത്തെ ഭാരം, പഠന ഭാരമുണ്ട്, പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ജോലിയുണ്ട്, അതിന്റെ ഭാരം അത് താങ്ങാൻ വയ്യ എന്നുള്ളതാണ് കുട്ടിയുടെ വാദം. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു കുട്ടി. അപ്പൊ ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ കടുത്ത പഠനഭാരവും കടുത്ത ജോലിഭാരവും യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. മനുഷ്യൻ എന്ന് പറഞ്ഞ രണ്ട് പാർട്ടാണ്. ഒന്ന് നമ്മുടെ ശരീരം, ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന, പിന്നെ അതിൻ്റെ ഉള്ള ജീവൻ, ആത്മാവെന്ന് പറയുന്നത്. ആ രണ്ട് പാർട്ടാണ് പ്രമുഖമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മുടെ ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ ആഹാരത്തിന് നമ്മൾ 3 നേരം 4 നേരം ആഹാരം കഴിച്ച് കഴിയുമ്പോൾ, ചായയും കാപ്പിയും ബിസ്ക്കറ്റും പക്കോടയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു 10,000-3000 കലോറി ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ വരും. ആ ഊർജ്ജമാണ്, കഴിച്ച ആഹാരത്തിനുള്ള ഊർജ്ജമാണ് ജോലി ചെയ്യുന്നത്. പലരും പറയും ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ എന്ന് പറയുന്നതാണ് ഈ സോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. അയാൾ ഒരു ജോലിയും ചെയ്യാത്ത ദേഹമാണ് ജോലി ചെയ്യുന്നത്. ദേഹം ജോലി ചെയ്യണമെങ്കിൽ ആഹാരമാണ്, ആഹാരത്തിനുള്ള എനർജിയാണ് ജോലി ചെയ്യുന്നത്. തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ജോലി ചെയ്യും, ഞാൻ ജോലി ചെയ്യും, എനിക്ക് പഠനഭാരമുണ്ട്, ഇങ്ങനെ സർവ്വഭാരവും എന്റെ തലയിലാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, നഹി കശ്ചിക്ഷണമോ ജാത ദുഷ്ടത്താകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ചേർഗുണ. നഹി കശ്ചിക്ഷണമോ പറഞ്ഞ ഒരാൾക്ക് ഒരു നിമിഷം ഒരു വെറുതെ ഇരിക്കാൻ സാധിക്കും. നമ്മൾ ഒന്നും വേണ്ടാണ്ട്, ഒരു ജോലിയും വേണ്ടാണ്ട് ബെഡിൽ കയറി കിടന്നാലും നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചുണ്ട്. ആത്മാവ് കർമ്മരഹിതനാണ്, ജീവൻ കർമ്മരഹിതനാണ്, കർമ്മമില്ലാത്ത ആളാണ്. നമ്മൾ ഊർജ്ജം പോയിക്കൊണ്ടിരിക്കും. അതിലുപയോഗിക്കാത്ത ഊർജ്ജം നമ്മുടെ രക്തക്കൊള്ളുകളിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടി പിന്നീട് അത് നമുക്ക് ഭാരയായി മാറും. ഹാർട്ട് അറ്റാക്ക് ആയിട്ട്, ഷുഗർ ആയിട്ടും, ഫാറ്റി ലിവർ ആയിട്ടും, പല അസുഖങ്ങളായിട്ട് മാറും. തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. പല ഡിപ്പാർട്ട്മെന്റിലും പല ആൾക്കാരും പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പേപ്പർ നോക്കിയാൽ കാണാൻ സാധിക്കും. ജോലി ഭാരന്നുണ്ട്. നമുക്ക് റോഡിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്, മൊബൈൽ നോക്കുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യണ്ടാവും, ഒരു അരമണിക്കൂർ ജോലി ചെയ്യണ്ടാവും. ഇപ്പോൾ നിയമസംരക്ഷണം നടത്തുന്ന ആൾക്കാർ വെറുതെ നിൽക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, തോക്കും പിടിച്ച, അല്ലെങ്കിൽ പട്ടാളക്കാരായാലും, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റുകളായാലും ശരീരം കൊണ്ടുള്ള ജോലിയല്ലേ. എപ്പോഴെങ്കിലും വല്ല സമരം വരുമ്പോൾ, വല്ല കല്യാറ വല്ലതൊക്കെ വരുമ്പോൾ അടിക്കുകയോ ഓടിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അതിർത്തിയിൽ വല്ല ഇതുണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും തോക്കെടുത്ത് 4 ഓടിയിരിക്കും. ഓഫീസുകളിൽ പോയാലും അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ജോലി ഉണ്ടാവും, ബാക്കി സമയം മൊബൈൽ നോക്കിയിട്ടില്ല.
മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങളിൽ പോയാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയാലും ഇതനുസരിച്ച് ശരീരം എനിക്കുള്ള ജോലിയല്ല. പിന്നെ ടെൻഷൻ വരുന്നത് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ജോലിക്കാരൻ. ഞാൻ പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നത് ഞാൻ എന്ന് പറയുന്ന ആളല്ല, അയാൾ കർമ്മരഹിതനാണ്. നമ്മുടെ ആഹാരത്തിന് കിട്ടിയ എനർജി ജോലി, തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഈ 10,000-3000 കലോറി എനർജി നമ്മുടെ ശരീരത്തിൽ വരുന്നിട്ട് പറഞ്ഞു 3 നേരം 4 നേരത്തെ ആഹാരം, അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അതിന്റെ ഊർജ്ജം ശരിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. അതേപോലെ ഒരു ദിവസം 24 മണിക്കൂറാണ്, അതിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം, ബാക്കി 16 മണിക്കൂറും ഓരോ സെക്കൻഡും വെറുതെ പോകും, ഭൂരിപക്ഷം സെക്കൻഡും. അത് ഫലപ്രദമായിട്ട് ഓരോ സെക്കൻഡും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. ഭഗവാൻ തന്നെ പറയുന്നു, ന കർമ്മണ അനാരംഭ നിഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ യജസന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. ഒരാൾ ഒരു കർമ്മം ചെയ്യില്ല കൊണ്ട് അയാൾ സന്യാസി എന്ന് വാങ്ങാൻ പോകില്ല. അയാൾ നിഷ്കർമ്മം എന്നുള്ള ആ അവസ്ഥ, ഒരു കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥയിൽ അയാൾ ഒരിക്കലും പ്രാപിക്കില്ല എന്ന് ഈശ്വരൻ പറയും, ഭഗവാൻ പറയും ഗീത. നിഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ. കാരണം നമ്മുടെ ശരീരം വെറുതെ എന്നാൽ മനസ്സ് ബുദ്ധിയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിഷ്കർമ്മ്യം സാധ്യമല്ല. അയാൾ സന്യാസിയാവാൻ പോകില്ല. നിഷ്കർമ്മ്യം സന്യാസിമാർക്ക് വെച്ചുള്ളതാണ്, അത് സന്യാസിയാവാൻ പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിയതം കുരു കർമ്മത്വം കർമ്മ ജായ കർമ്മണ ശരീരയാത്ര ആവശ്യതേ ന പ്രസിദ്ധേത കർമ്മണ. നമുക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മം ചെയ്യാം. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യണ വേണ്ടി ജോലി ചെയ്യുക. എല്ലാ കാര്യം ദൈവം തലയിലെടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യണു വേണ്ട, ഞാൻ ചെയ്യണു. ഒരു ബന്ധമില്ലാത്ത കാര്യം. ഞാൻ എന്ന് പറയുന്ന കർമ്മരഹിതനാണ്. ഈശ്വരൻ അയാൾക്ക് ഒരു കർമ്മം കൊടുത്തില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃഷ്ടി പ്രഭു ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഈ ലോകത്തിൽ ഒരു ജീവിക്കും അയാളാ ചെയ്യപ്പെടേണ്ട ഒരു ജോലിയും ഭഗവാൻ കൊടുത്തില്ല. ന കർത്തൃത്വം സൃഷ്ടിച്ചിട്ടേ ഇല്ല. ന കർത്തൃത്വം അയാളെ ചെയ്യപ്പെടേണ്ട ഒരു ജോലിയും കൊടുത്തില്ല, സൃഷ്ടിച്ചിട്ടേ ഇല്ല. ന കർമ്മമാണ് ലോകത്തിൽ ഒരു ജീവിക്കും കർമ്മങ്ങളും കൊടുത്തില്ല. കർത്തൃത്വമില്ല, കർമ്മമില്ല, പിന്നെ കർമ്മഫലവുമില്ല. ഭഗവാൻ ആർക്കും ഒന്നും സൃഷ്ടിച്ചേ ഇല്ല. കാരണം ഭഗവാൻ വികലാംഗനല്ല, ആരുടെ സഹായം ഭഗവാൻ ആവശ്യമില്ല എന്തെങ്കിലും ഒരു കർത്തവ്യം ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നത് എനിക്കും ഡ്യൂട്ടിയൊന്നുമില്ല. നമ്മെ പാർത്ഥാവസി കർത്തവ്യം തൃഷിലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയ്യാവിച്ച കർമ്മം. എനിക്ക് ഈ ലോകത്ത് ഒരു കർത്തവ്യമില്ല. ഭഗവാൻ പറയുന്നത് നമ്മെ പാർത്ഥാവസി തൃഷി 3 ലോകങ്ങൾ എനിക്ക് നേടാൻ കഴിയാത്തതായിട്ട് നേടേണ്ടതായിട്ട് ഒന്നുമില്ല. ഭഗവാൻ ഒരു കർത്തവ്യ, ഈ ലോകത്തിലെ ഒരു ജീവിക്കും ഒരു കർത്തവ്യ കർമ്മഫലം ഒന്നും കൊടുത്തില്ല. തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ചെയ്യണം ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ ജീവനാണ്, ആത്മാവാണ്. തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ചെയ്യും. നമ്മൾ കഴിച്ച ആഹാരങ്ങൾ, നമ്മൾ ആഹാരത്തിനുള്ള എനർജിയാണ് ജോലി ചെയ്യുന്നത്. ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നതും കഴിച്ച ആഹാരത്തിനാണ്. അന്നാദ്ഭവന്തി ഭൂതാനി പണ്ട് ഭഗവാന്റെ ഗീതയിൽ പറഞ്ഞു ഇല്ലേ, ഒരു പുരുഷൻ ആഹാരം കഴിക്കുന്നു, സ്ത്രീ ആഹാരം കഴിക്കുന്നു, അവർ കല്യാണം കഴിഞ്ഞ് 2 ശരീരങ്ങൾ ഭ്രാന്തമായ ആവേശത്തോടെ കൂടിച്ചേരുന്നു. പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ഒരു ബീജം പുറത്തുന്നു. ആ ബീജം എങ്ങനെ ഉണ്ടായത്? കഴിച്ച ആഹാരത്തിനാണ്. സ്ത്രീയുടെ ശരീരത്തിലെ അണ്ടം അതും കഴിച്ച ആഹാരത്തിനുണ്ടാകും. അത് രണ്ടും കൂടെ സംയോജിച്ച ഒരു ജീവി ഉടലെടുക്കും. കഴിച്ച ആഹാരത്തിന് എനർജി ആയിട്ട് മാറുന്നു, ബീജമായിട്ട് അണ്ടായിട്ടൊക്കെ മാറുന്നു. കഴിച്ച ആഹാരം ജോലി ചെയ്യുന്നു. തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ചെയ്യുന്നു, എല്ലാം എന്റെ തലയിലാണ്. ഇതേപോലെ അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ട് അവരെ കർമ്മം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണ്. പഠനമാണെങ്കിൽ ആ കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സ് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ.
പലരും കൗൺസിലിംഗ് സെന്ററുകൾ എത്തുന്നു, സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എത്തുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു. ഇല്ലേ? ജോലി ഭാരം എന്റെ തലയിലാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് സെന്ററുകൾ. മാനസികരോഗത്തെ ട്രീറ്റ്മെന്റ് അവസാനം എത്തിച്ചേരുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു. തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ മുളയിലേ നോക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആദ്യം വ്യാധിയായിട്ട് മാറും, പിന്നെ അത് വ്യാധിയായിട്ട് മാറും, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, ഞാനല്ല ജോലി ചെയ്യുന്നത്. നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്, എന്തിനാ പഠിക്കുന്നത്? നമ്മൾക്ക് ആശ്രയമാവണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട സ്ഥിതി വരും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ്, മറ്റുള്ളവർ നമുക്ക് ആശ്രയമാവേണ്ട സ്ഥിതി വരുത്തരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് കൈനട്ടേണ്ട അവസ്ഥ അത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമൊഴി നത്യജേത് സർവാരംഭി ദോഷേണ ധൂമേനാഗ്നി ആവൃത. ഒരിക്കലും നമുക്ക് സഹജമായി കിട്ടിയ കർമ്മം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എല്ലാ കർമ്മങ്ങളും ദോഷപൂരിതമാണ്. കണ്ണാടിയിലെ അഴുക്ക് പോലെ എല്ലാ കർമ്മങ്ങളും ദോഷം, എല്ലാ ദോഷയിലും ഓട്ടിയിട്ട് പറയും പോലെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ വെച്ചാണ് ആ ജോലി നല്ലത്, ഈ ജോലി നല്ലത്, ആ കോഴ്സ് നല്ലത്, ഈ കോഴ്സ് നല്ലത്. തെറ്റിദ്ധാരണ എല്ലാ ദോഷയിലും ഓട്ടിയിട്ട്. അതുകൊണ്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമൊഴി നത്യജേത്. ദോഷത്തോടെ കൂടിയാലും നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിലും ഒരിക്കലും അതൊന്ന് ഉപേക്ഷിച്ചു പോകരുത്. എങ്ങനെ പിന്നെ കർമ്മം ചെയ്യണം? യഥപ്രവൃത്തിർബോധാനാം വേന സർവമിതം തതം സ്വകർമ്മണാത്തമ അഭ്യർജ്യ സിദ്ധിം ബിന്ദതി മാനവ. ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ പൂജിക്കേണ്ടത് നിങ്ങൾ ജോലി കർമ്മം ചെയ്തു വിട്ടാൽ, സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ പൂജിക്കണം. അല്ലാണ്ട് ഭഗവാന് സ്വർണത്തിലെ വാളും സ്വർണ്ണക്കിരീടവും ഒന്നും ചെയ്യണം ഭഗവാൻ പറഞ്ഞിട്ടില്ല. സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് പൂജിക്കുക. ഈ ഭാരങ്ങൾ മുഴുവൻ ഇറക്കി വയ്ക്കുക. ഓരോ സെക്കൻഡും നമ്മൾ 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറാണ് പറഞ്ഞത്, അതിൽ 8 മണിക്കൂർ ഉറങ്ങി ബാക്കി 16 മണിക്കൂറുണ്ട്. അതിൽ ഓരോ സെക്കൻഡും പഠിച്ചുകൊണ്ടേയിരിക്കും. 100 കൊല്ലം വരെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കണം. 100 കൊല്ലം പഠിച്ചുകൊണ്ട് തന്നെ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണം. അതാണ് നമ്മൾ ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത്. ഈ ബബിൾസ് പോലെയാണ് നമ്മുടെ ജീവിതം. എപ്പോഴും ഈ പൊട്ടി വരാം. ഒരു 10-25,500 ദിവസം നമ്മൾ ഭൂമിയിലുള്ളത്. നമ്മുടെ മരണശേഷം ഈ ഭൂമി 25,500 കോടി 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 വർഷങ്ങളുണ്ടാവും. നമ്മൾ ഭൂമിയിലുള്ള കുറച്ച് ദിവസങ്ങൾ ഇതേപോലെ എല്ലാ ഭാരം തലയിൽ ഏറ്റി വെച്ച് ടെൻഷൻ അടിച്ച് രോഗിയായി, രോഗത്തിനടിമയായി, സ്വന്തം കർമ്മം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട സ്ഥിതി വരുത്തരുത്. സ്വന്തം കർമ്മം ഈശ്വരപൂജയായി ചെയ്യുക. കർമ്മത്തിന്റെ രഹസ്യം നമ്മൾ പരിപൂർണമായി മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഓരോ കർമ്മവും ഈശ്വര പൂജയായി കണ്ട് ഓരോ സെക്കൻഡുകളും ഫലപ്രദമായി വിനിയോഗിക്കുക. അതേപോലെ നമ്മൾ കഴിച്ച ആഹാരത്തിൽ പിന്നെ റിലീസ് ആവുന്ന എനർജി, 10,000 കലോറി എനർജി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. തെറ്റിദ്ധാരണയോട് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കാതെ മുന്നോട്ട് 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 മുന്നോട്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.